Yes, good afternoon to all. In the last class we are discussing about the requirements of a cloning vector. What are cloning vectors and what are the requirements of a cloning vectors. And we already explained that the cloning vectors are organisms which are used for the multiplication of desirable gene. And that cloning vectors are usually plasmids are selected as cloning vectors for the multiplication of desirable gene. Why we are selecting plasmids as cloning vectors? Because the vectors, plasmids are easy to multiply and they carry less number of gene. So they will multiply. So we join our alien DNA desirable gene with the plasmid so that when plasmid multiply, along with that desirable gene also multiply. So we already said that plasmids are called as, usually selected as, used as cloning vectors for the multiplication of desirable gene. And one of the important requirement of the cloning vector, we are discussing what are the requirements. Before that, and some of the plasmids will produce few number of copies and some other plasmids will produce more number of copies. ചില പ്ലാസ്മിഡ്സ് വളരെ കുറച്ച് കോപ്പി മാത്രമേ ഉണ്ടാക്കുള്ളൂ, വേറെ ചില പ്ലാസ്മിഡ്സ് ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഏത് ടൈപ്പ് പ്ലാസ്മിഡ് ആവേണ്ടത്? ഒരുപാട് കോപ്പി ഉണ്ടാക്കുന്ന പ്ലാസ്മിഡ് ആണ് നമ്മൾ സെലക്ടബിൾ നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറ്. The plasmids which produce more number of copies, we use such plasmids as the cloning vector. എന്തുകൊണ്ടാ? അപ്പൊ ഒരുപാട് കോപ്പി ഉണ്ടാക്കുന്ന പ്ലാസ്മിഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഒരേ സമയത്ത് അറ്റ് എ ടൈം we will get numerous copies. നമുക്ക് ഒരുപാട് കോപ്പീസ് കിട്ടും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള പ്ലാസ്മിഡ് ആണ് ക്ലോണിംഗ് വെക്ടേഴ്സ് ആയിട്ട് പണ്ട് 1970s സെലക്ട് ചെയ്തത്. Then what are the requirements of a cloning vector? ഒരു പ്ലാസ്മിഡ് ക്ലോണിംഗ് വെക്ടർ എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആ വെക്ടറിന്റെ ആ പ്ലാസ്മിഡിന് നമ്മൾ എന്തൊക്കെ ഉണ്ടാവണം? ടെക്സ്റ്റില് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ അബൌട്ട് ദാറ്റ്. അപ്പൊ എന്താ ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാല്? പ്ലാസ്മിഡ് ബാക്ടീരിയല് നാച്ചുറൽ ആയ പ്ലാസ്മിഡ് ആണ്. അതിന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായെന്ന് വരില്ല. വി ആർ ഡൂയിങ് എക്സ്പെരിമെന്റ്. ജനറ്റിക്കലായ ഒരുപാട് എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ അതിന് ഒരുപാട് സാധനങ്ങൾ അതിൽ വേണം, ഒരുപാട് സ്ട്രക്ചേഴ്സ് വേണം. ഇപ്പൊ നാച്ചുറൽ ആയ ഒരു ബാക്ടീരിയന്റെ പ്ലാസ്മിഡില് ഈ പറയുന്ന നമുക്ക് വേണ്ടുന്ന റിക്വയർമെന്റ്സ് ഉണ്ടാവില്ല. സോ വാട്ട് വി ആർ ഡൂയിങ് ദാറ്റ്, ജനറ്റിക് എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ബാക്ടീരിയന്റെ പ്ലാസ്മിഡ് എടുത്തിട്ട് നമ്മൾ അതിൽ കട്ട് ചെയ്തിട്ട് കുറെ ചേഞ്ചസ് വരുത്തും. കുറെ ആവശ്യമില്ലാത്ത ജീൻ അങ്ങോട്ട് കളയും, കുറെ ജീൻ ആഡ് ചെയ്യും. അങ്ങനെ ഒരു പ്ലാസ്മിഡ് എക്സ്പെരിമെന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ ദാറ്റ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ്. കാരണം നമുക്ക് നാച്ചുറൽ പ്ലാസ്മിഡ്സിൽ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും, ആവശ്യമുള്ളത് ഉണ്ടാവില്ല. സോ വി ആർ ജനറ്റിക്കലി എഞ്ചിനീയറിംഗ് ദ പ്ലാസ്മിഡ്. പ്ലാസ്മിഡിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതിൽ വേണ്ടുന്നൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ് കിട്ടും. ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡിന്റെ പേരാണ്, ഏറ്റവും സിമ്പിളായ എക്സാമ്പിൾ ആണ് PBr322 എന്ന് പറയുന്ന പ്ലാസ്മിഡ് ആണ് ടിപ്പിക്കൽ എക്സാമ്പിൾ ആയി തന്നത്. ഇനി എന്തൊക്കെയാണ്, വാട്ട് ആർ ദ റിക്വയർമെന്റ്സ് ഓഫ് എ പ്ലാസ്മിഡ്? ഇന്നലെ പറഞ്ഞു ഒരു പ്ലാസ്മിഡിന് എന്ത് വേണം? ഒറിജിൻ, ORI. സി ഇവിടെ ഒരു ജീൻ ഉണ്ട്, ക്യാൻ ബി നെയിംഡ് ആസ് ORI. ഒറിജിൻ എന്നുള്ള ജീനാണ്. അത് ലാബിൽ ചെയ്തും ORI ലാബിൽ ചെയ്യും. ഒറിജിൻ ഉണ്ടാവണം. ഇന്നലെ പറഞ്ഞു വാട്ട് ഈസ് ആൻ ഒറിജിൻ? ഒറിജിൻ ഈസ് എ പോയിന്റ് വേർ ദ DNA മോളിക്യൂൾ began to separate during replication. റെപ്ലിക്കേഷൻ സമയത്ത്, കോപ്പി ഉണ്ടാവുന്ന സമയത്ത് DNA മോളിക്യൂള് രണ്ട് സ്ട്രാൻഡ് DNA ഉണ്ട്, അത് രണ്ട് സെപ്പറേറ്റ് ആവുന്ന പോയിന്റ് ആണ് ഒറിജിൻ എന്ന് പറഞ്ഞാല്. സി DNA കോപ്പി ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം? രണ്ട് സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്യണം. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? ബൈ ദ ബ്രേക്കിംഗ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ രണ്ട് സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ DNA സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയ പോയിന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിന്റെ ഷോർട്ട് ഫോം ആണ് ORI എന്ന് പറയുന്നത്. സോ ORI is a gene, origin is a gene on the plasmid, on the DNA, which where the DNA molecule began to separate. ആ പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഏലിയൻ DNA, ഡിസൈറബിൾ ജീനിനെ, നിഫ് ജീനിനെ, ഏതെങ്കിലും ജീനിനെ ജോയിൻ ചെയ്യുന്നത് ഒറിജിനിലാണ്. And origin will decide the number of copies to be produced. Origin എന്നുള്ള ജീനാണ്. ആ ജീൻ എന്ത് കഴിവുണ്ട്?
ആ പ്ലാസ്മിഡ് എത്ര കോപ്പി ഉണ്ടാക്കണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ജീൻ കൂടിയാണ് ഒറിജിൻ. ശ്രദ്ധിക്കണം, ഒറിജിൻ വിൽ ഡിസൈഡ് ദ നമ്പർ ഓഫ് കോപ്പീസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. ഈ പ്ലാസ്മിഡ് 10 കോപ്പി ഉണ്ടാക്കണോ 100 കോപ്പി ഉണ്ടാക്കണോ തീരുമാനിക്കുന്ന ആരാ? ഒറിജിൻ എന്നുള്ള ജീനാണ്. And some origin will support few number of copies and some other origin support large number of copies. ചില ഒറിജിൻസ് 10 കോപ്പി മാത്രം ഉണ്ടാക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ അത് കമാൻഡ് ചെയ്യും. മറ്റു ചില ഒറിജിൻ 100 കോപ്പി ഉണ്ടാക്കാൻ സഹായിക്കും. സോ വി റിക്വയർ സച്ച് ഒറിജിൻസ്. നമുക്ക് 10 നമ്പർ ഉണ്ടാക്കുന്ന ഒറിജിനാണോ വേണ്ടത്, 100 കോപ്പീസ് ഉണ്ടാക്കുന്ന ഒറിജിനാണോ വേണ്ടത് ചോദിച്ച ഉത്തരം എന്താ? നമുക്ക് വേണ്ടത് 100 ഒറിജിനെ സപ്പോർട്ട് ചെയ്യുന്ന, 100 ഒറിജിൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന, 100 കോപ്പി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒറിജിനാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് 10 കോപ്പി ഉണ്ടാക്കുന്ന ഒറിജിൻ ആണെങ്കിൽ ഈ ഒറിജിൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് 100 കോപ്പി ഉണ്ടാക്കുന്ന ഒറിജിൻ ഇവിടെ ജോയിൻ ചെയ്യും. അതാ പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് ഉണ്ടാക്കാം. So we join an origin, we select an origin which support the production of more number of copies. കാരണം 10 കോപ്പി ഉണ്ടാക്കുന്ന ഒറിജിൻ നമുക്ക് വേണ്ട, നമുക്ക് വേണ്ടത് 100 കോപ്പി ഉണ്ടാക്കുന്ന ഒറിജിനാണ്. അപ്പൊ 10 കോപ്പി ഉണ്ടാക്കുന്ന ഒറിജിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് 100 കോപ്പി ഉണ്ടാക്കുന്ന ഒറിജിൻ അവിടെ ജോയിൻ ചെയ്യും. So that we can produce numerous copies at a time. So origin എന്താ? ഒറിജിന്റെ ഫംഗ്ഷൻ, it is the point where the alien DNA joins. It is the point where the DNA separates and it decides the number of copies to be produced. Any origin the requirement പറഞ്ഞു. See, origin, ORI. And which kind of origin we require? We require an origin which support more number of copies. Okay, see the next requirement. Second requirement is selectable markers. Selectable markers ആണ് അടുത്ത റിക്വയർമെന്റ്. സെലക്ടബിൾ മാർക്കേഴ്സ് എന്താ? മാർക്കർ എന്ന് പറഞ്ഞാല് അടയാളങ്ങളാണ്. സെലക്ടബിൾ മാർക്കേഴ്സ് ആണ്, സെലക്ട് ചെയ്യുന്ന മാർക്കേഴ്സ് ആണ്. പറയാം, സെലക്ടബിൾ മാർക്കേഴ്സ് ആർ ജീൻ ടു ഐഡന്റിഫൈ റീകോമ്പിനൻസ് ആൻഡ് നോൺ റീകോമ്പിനൻസ്. First of all, you think that this is an experiment that has conducted during 1970s or 60s. ആ കാലഘട്ടത്തിൽ ചെയ്ത സ്റ്റെപ്പാണ് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇത് പണ്ടത്തെ ഇനീഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. ഡൗട്ട്സ് ഉണ്ടാവും, ഐ വിൽ ക്ലാരിഫൈ ലേറ്റർ ഓൺ. ഇതിൽ ചോദിക്കാനുള്ള അവസരമില്ല, ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ എക്സ്പ്ലെയിൻ. See, selectable markers. Selectable markers are gene to identify recombinants and non-recombinants. പറയാം, recombinants and non-recombinants. What is recombination? A word comes. What is recombination? Recombinant and non-recombinant. Selectable markers are gene to identify recombinants and non-recombinants. See, what is recombination? അറിയാം, പണ്ട് പഠിച്ച recombination ആണ്. The process, ഇവിടെ വ്യത്യാസമുണ്ട്. The process by which alien DNA join with the plasmid DNA is called as recombination. See, നമ്മുടെ alien DNA, അതായത് ഈ നിഫ് ജീൻ അല്ലെങ്കിൽ പുറത്തു വരുന്ന ജീൻ, alien DNA, ഡിസൈറബിൾ ജീൻ പ്ലാസ്മിഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. ഈ ജീൻ ഇതിന്റെ കൂടെ പോയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. The process by which the alien DNA join with the plasmid DNA is called recombination. And the plasmids in which recombination has taken place is called as recombinant. അവിടെ ജോയിൻ ആയ ആ പ്ലാസ്മിഡിനെ recombinant എന്ന് പറയും. And the plasmid in which the joining has not been taken place is called as non-recombinant. മനസ്സിലായോ? ഈ പ്ലാസ്മിഡ്, ഈ DNA, നമ്മുടെ നെഫ്ജി, ഇതിന്റെ കൂടെ ജോയിൻ ആവുന്ന പ്രോസസ്സാണ് ഏത്? റീകോമ്പിനേഷൻ. ഇനി ജോയിൻ ചെയ്ത പ്ലാസ്മിഡിന്
റീകോമ്പിനന്റ് പ്ലാസ്മിഡ് എന്ന് പറയും. ജോയിൻ ചെയ്യാത്ത പ്ലാസ്മിഡിനെ നോൺ റീകോമ്പിനന്റ് പ്ലാസ്മിഡ് എന്ന് പറയും. See, recombinance and non-recombinance. നമുക്ക് ഏത് പ്ലാസ്മിഡാ വേണ്ടത്? റീകോമ്പിനന്റ് ആണോ നോൺ റീകോമ്പിനന്റ് ആണോ? ജോയിൻ ചെയ്തതാണോ വേണ്ടത്, ജോയിൻ ചെയ്യാത്ത പ്ലാസ്മിഡ് ആണോ? ഏതാ വേണ്ടത്? നമുക്ക് വേണ്ടത് ജോയിൻ ചെയ്ത റീകോമ്പിനന്റ് ആയ പ്ലാസ്മിഡാ. എന്തിനാ ജോയിൻ ചെയ്യുന്നത്? ഇവിടെ പുറത്ത് നിന്നാ മതിയോ? പോരാ. ഇതിന്റെ ഉള്ളിൽ ജോയിൻ ചെയ്താലേ ഇതിന്റെ ഒരു പാർട്ടായി മാറിയാലേ എന്താവും? When this plasmid multiply, we get copies. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇതിന്റെ കൂടെ ജോയിൻ ആവണം. ജോയിൻ ആയാലേ ഇതിന്റെ ഒരു പാർട്ട് ആയാലേ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ നമ്മുടെ ഇതിന്റെ കോപ്പിയും കിട്ടൂ. അല്ലാതെ ജോയിൻ ആവാതെ പുറത്തു നിന്നാൽ നമുക്ക് എന്ത് കിട്ടൂല? കോപ്പി ഉണ്ടാവൂല. So our aim, the ideal DNA must have to become an integral part of the plasmid DNA, so that when the plasmid multiply, we get the copy of alien DNA also. അപ്പൊ നമുക്ക് എന്ത് നടക്കണം? നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറണം. ശ്രദ്ധിക്കണം, ഇത് പോയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറണം. ആ കയറുന്ന പ്രോസസ്സാണ് റീകോമ്പിനേഷൻ. ജോയിൻ ആയത് റീകോമ്പിനന്റ്, ജോയിൻ ആവാത്തത് നോൺ റീകോമ്പിനന്റ്. ആൻഡ് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയോ എന്ന് അറിയണം. വെദർ ദ ജീൻ ഹാസ് ജോയിൻഡ് വിത്ത് ദ പ്ലാസ്മിഡ് എന്ന് അറിയണം. എങ്ങനെ അറിയാം? നോ കളർ ഡിഫറൻസ്, നത്തിങ് ഈസ് ദേർ. നമ്മുടെ പ്ലാസ്മിഡ് എടുക്കുന്നു, പ്ലാസ്മിഡ് എടുത്തിട്ട് നമ്മുടെ നിഫ്ജീനെ പ്ലാസ്മിഡ് അടുത്തേക്ക് വിടുന്നു. ജോയിൻ ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയരുത്? നോക്കാൻ പറ്റൂല. ആൻഡ് ആ നോക്കാൻ, ജോയിൻ ചെയ്തു നോക്കാൻ, ഏത് ജോയിൻ ചെയ്ത് നോക്കാൻ? നമ്മുടെ ഫോറിൻ DNA നിഫ്ജിൻ പ്ലാസ്മിഡുമായിട്ട് ജോയിൻ ചെയ്തു എന്ന് നോക്കാൻ യൂസ് ചെയ്യുന്ന മാർക്കേഴ്സ് ആണ് സെലക്ടബിൾ മാർക്കേഴ്സ്. നമുക്ക് സെലക്ട് ചെയ്യണം. എന്തിനെ സെലക്ട് ചെയ്യണം? ജോയിൻ ചെയ്തതിനെ വേറെ ആക്കണം, ജോയിൻ ചെയ്യാത്തത് വേറെ ആക്കണം. ഒരു പ്ലാസ്മിഡ് അല്ല, 10 പ്ലാസ്മിഡ് എടുത്തിട്ട് 10 നിഫ്ജിനെ ആഡ് ചെയ്യുന്നു, എൻസൈം ആഡ് ചെയ്യുന്നു. പണ്ടിലാക്കാൻ ചിലപ്പോ ജീൻ പ്ലാസ്മിഡിനുള്ളിൽ കയറാം, ചിലപ്പോ കയറിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഏതാ വേണ്ടത്? നമുക്ക് റീകോമ്പിനേഷൻ നടന്ന പ്ലാസ്മിഡും റീകോമ്പിനേഷൻ 10 നടന്നിട്ടുണ്ടാവോ? ഇല്ല. ചിലപ്പോ 5 എണ്ണത്തിൽ കയറിയിട്ടുണ്ടാവും, ചിലപ്പോ 5 കയറിയിട്ടുണ്ടാവില്ല. ഫർദർ എക്സ്പെരിമെന്റ് റിക്വയർ വാട്ട്? നമുക്ക് റീകോമ്പിനേഷൻ നടന്നതാണ് വേണ്ടത്. അപ്പൊ ഈ 10 റീകോമ്പിനേഷൻ നടന്നത് എത്ര, നടക്കാത്തത് എത്ര എന്ന് we have to identify. So the selectable markers are gene to identify recombinance and non-recombinance. ഇതിൽ കയറിയതും കയറാത്തതും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ജീനാണ് സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയുള്ള ജീനാണ്. സോ വാട്ട് വി ആർ ഡൂയിങ് യൂഷ്വലി, നമ്മൾ സെലക്ട് ചെയ്യുന്നത് യൂഷ്വലി ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ആർ usually used as selectable markers. Antibiotic resistant genes like tetracycline resistant gene, see, tetracycline resistant gene, or ampicillin resistant gene, ampicillin resistant gene, tetracycline resistant genes are used as selectable markers. The ടെക്സ്റ്റിൽ ഉണ്ടാവും ഇങ്ങനെ, ടെക്സ്റ്റില് ഡയഗ്രത്തിൽ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ വരച്ച റെക്കോർഡ് വരച്ചിട്ടുണ്ട്. AMPR എന്നുണ്ടാവും. AMPR ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ. TETR ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ. കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ആംബിസിലിൻ ടെട്രാസൈക്ലിൻ? ആന്റിബയോട്ടിക്സ് ആണ്. നമ്മൾ മെഡിസിനായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സ് ആണ്. ആംബിസിലിന്റെ കൂടി ക്യാപ്സ്യൂൾ ഉണ്ട്, ടെട്രാസൈക്ലിൻ ഉണ്ട്, TET എന്ന് പറയുന്നത്. ഇതൊക്കെ ആന്റിബയോട്ടിക് ആണ്. ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനാണ് നമ്മൾ സെലക്ടബിൾ മാർക്കറായിട്ട് ഉപയോഗിക്കല്. എന്താ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസി എന്ന് പറഞ്ഞാല്? ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ? അതേപോലെ ആന്റിബയോട്ടിക്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന ചില ജീനും കൂടി ഉണ്ട്. അറിയാം, സം ഓഫ് ദ ബാക്ടീരിയാസ് ഹാവ് ദ എബിലിറ്റി ടു റെസിസ്റ്റ് ദ ആന്റിബയോട്ടിക്സ്. അതേപോലെ ആന്റിബയോട്ടിക്സിനെ ആംബിസിലിനെ റെസിസ്റ്റ് ചെയ്യുന്ന ജീനാണ് AMPR. ടെട്രാസൈക്ലിൻ റെസിസ്റ്റ് ചെയ്യുന്ന ജീനാണ് TETR എന്ന് പറഞ്ഞാൽ.
സോ അങ്ങനെയുള്ള ആംബിസിലിൻ റെസിസ്റ്റ് ചെയ്യുന്ന ടെട്രാസൈക്ലിൻ റെസിസ്റ്റ് ചെയ്യുന്ന ജീനാണ് നമ്മൾ എന്തായി ഉപയോഗിക്കുന്നത്? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ are used as selectable markers. അങ്ങനെ ജീൻ നമ്മൾ സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. ആൻഡ് ഇഫ് ദ ഏലിയൻ DNA, നമ്മുടെ ഡിസൈറബിൾ ജീൻ, ഈസ് ജോയിൻഡ് വിത്ത് ദ ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ, ഈ ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനിലേക്കാണ് നമ്മുടെ നിഫ് ജീൻ കാരിയതെങ്കിൽ, ഇവിടെയാണ് കാരിയതെങ്കിൽ, what happens? The plasmid will lose the ampicillin resistancy. So what happens is that അങ്ങനെ നമ്മുടെ ഏലിയൻ DNA നിഫ് ജീൻ ഈ ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനിനുള്ളിലേക്കാണ് കയറിയതെങ്കിൽ what will happen? The plasmid lose the ampicillin resistancy. മനസ്സിലായോ? ഇതേവരെ ഈ പ്ലാസ്മിഡിന് എന്ത് കഴിവുണ്ടായിരുന്നു? ആംബിസിലിൻ റെസിസ്റ്റ് ചെയ്യേണ്ട കഴിവുണ്ടായിരുന്നു. കാരണം ആംബിസിലിൻ റെസിസ്റ്റ് ചെയ്യുന്ന ജീൻ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ നിഫ് ജീൻ ഇതിലേക്ക് കയറുമ്പോൾ എന്തായി? ഈ ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീന്റെ ഉള്ളിലേക്ക് ഈ പുറത്തു വരുന്ന എക്സ്ട്രാ ജീൻ കയറുന്ന പ്രോസസ്സാണ് റീകോമ്പിനേഷൻ നടന്നു. അപ്പൊ നടക്കുമ്പോ എന്തായി? ഈ ജീൻ രണ്ട് കഷ്ണമായി പോയി അല്ല, ഇതിന്റെ ഉള്ളിൽ ഒരു എക്സ്ട്രാ ജീൻ കയറി, അപ്പൊ ജീൻ രണ്ട് കഷ്ണമായി പോയി, ജീന്റെ സ്ട്രക്ചർ മാറി. അപ്പൊ എന്തായി? വാട്ട് ഹാപ്പൻഡ്? അപ്പോ ആ പ്ലാസ്മിഡിന് എന്ത് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു? ഈ ആംബിസിലിൻ റെസിസ്റ്റ് ചെയ്യേണ്ട പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. സോ വാട്ട് ഹാപ്പൻഡ്? ഇതേവരെ ഈ ജീൻ കറക്റ്റ് ആയിരുന്നു. ഈ ജീൻ വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കയറുമ്പോ റീകോമ്പിനേഷൻ നടക്കുമ്പോ എന്തായി? ആംബിസിലിൻ റെസിസ്റ്റൻസി നഷ്ടപ്പെട്ടു പോയി. See, it lost the ampicillin resistancy. എങ്ങനെ നമുക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാം? ബാക്ടീരിയൻ എടുത്തിട്ട് ആംബിസിലിൻ ഇടുമ്പോ ബാക്ടീരിയ ചത്തുപോയാൽ എന്താർത്ഥം? ആംബിസിലിൻ റെസിസ്റ്റൻസി ഹാസ് ബീൻ ലോസ്റ്റ്. ഇനി ബാക്ടീരിയ ആംബിസിലിൻ ഇടുമ്പോ ബാക്ടീരിയക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ വാട്ട് ഈസ് മീനിങ്? എന്താ? ആംബിസിലിൻ റെസിസ്റ്റൻസി നഷ്ടപ്പെട്ടിട്ടില്ല. എന്താ നഷ്ടപ്പെട്ടിട്ടില്ല മീനിങ്? ഇത് ഇതിനുള്ളിലേക്ക് കയറിയിട്ടില്ല. ഈ ജീൻ ഇതിനുള്ളിലേക്ക് കയറിയിട്ടില്ല. മനസ്സിലായോ? ഇഫ് ദ ജീൻ ഹാസ് ബീൻ entered into the ampicillin resistant gene, the bacteria lose the ampicillin resistancy so that it cannot grow in the ampicillin containing medium. അതേവരെ ബാക്ടീരിയക്ക് ആംബിസിലിൻ മീഡിയത്തിൽ വളരാനുള്ള കഴിവുണ്ടായിരുന്നു. ഈ ജീൻ ഇങ്ങോട്ട് കയറിയിട്ടാകുമ്പോ റീകോമ്പിനേഷൻ നടന്നിട്ടാകുമ്പോ എന്തായി? ബാക്ടീരിയന്റെ അതേവരെ ഉണ്ടായിരുന്ന ആംബിസിലിൻ റെസിസ്റ്റൻസി എന്നുള്ള പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോയി. സപ്പോസ് ദ ജീൻ ഹാസ് entered in the tetracycline resistant gene. ഇനി ഈ ജീൻ കയറിയത് ഇവിടെയാണെങ്കിൽ, എവിടെ? ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനിലാണ് കയറിയതെങ്കിൽ what will happen? പറയാൻ പറ്റുമോ? എന്താവും പറയാൻ പറ്റുമോ? എന്താവും? The bacteria lose the tetracycline resistancy. ബാക്ടീരിയ എന്താവും? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസി ബാക്ടീരിയക്ക് നഷ്ടപ്പെട്ടു പോകും. The bacteria lose the tetracycline resistancy. Tetracycline resistancy ബാക്ടീരിയക്ക് നഷ്ടപ്പെട്ടു പോകും. സോ നമുക്ക് എന്ത് പറയാം? ബാക്ടീരിയക്ക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസി നഷ്ടപ്പെട്ടു പോയാൽ what we can say or what we can infer, we can say that the gene has joined in the tetracycline resistancy ജീനിലാണ് കയറിയത്. ഇനി ആംബിസിലിൻ റെസിസ്റ്റൻസി ആണ് നഷ്ടപ്പെട്ടതെങ്കിൽ we can infer that the bacteria, the gene has entered into the ampicillin resistant gene. ഇനി രണ്ട് സ്ഥലത്തും രണ്ട് പ്രോപ്പർട്ടിയും നഷ്ടപ്പെട്ടില്ലെങ്കിലോ, രണ്ട് ക്യാരക്ടറും രണ്ട് ആന്റിബയോട്ടിക്സിനെയും റെസിസ്റ്റ് ചെയ്യേണ്ട പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്താ മീനിങ്? എന്താ? അത് രണ്ട് സ്ഥലത്തും റീകോമ്പിനേഷൻ നടന്നിട്ടില്ല എന്നാണ് മീനിങ്. സോ ദ ബാക്ടീരിയ, the process by which the gene entering into the plasmid is called recombination, and the plasmid in which recombination has taken place is called recombinant, and the plasmid in which recombination has not taken place is called non-recombinant. So selectable markers are
gene to identify recombinants and non-recombinants. ഏതിൻ്റെ ഉള്ളിൽ ഏത് പ്ലാസ്മിഡിലാണ് കെയർ ചെയ്യുന്നു, ഏത് പ്ലാസ്മിഡിലാണ് കയറാത്ത പ്ലാസ്മിഡ് എന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർക്കേഴ്സ് ആണ്, അടയാളങ്ങളാണ് selectable markers. Usually ampicillin resistant gene, tetracycline resistant gene, etc. are taken as selectable markers. And if the gene has entered into the ampicillin resistant gene, the bacteria plasmid loses the ampicillin resistancy. If the gene if the desirable gene enter into the tetracycline resistant gene, the bacteria lose the tetracycline resistancy. And if the bacteria does not lose any property, ഒരു പ്രോപ്പർട്ടിക്ക് മാറ്റം വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് മീനിങ് ചെയ്യാം? ഈ ജീൻ എവിടെയും കയറിയിട്ടില്ല, റീകോമ്പിനേഷൻ നടന്നിട്ടില്ല എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ആൻഡ് ദ പ്രോസസ് ബൈ വിച്ച് the character of an organism changes by the recombination is called as transformation. See, transformand and non-transformand. Transformation, get it now, physics get it now. Transformation, transform എന്താ? ചേഞ്ച്. ഫോം എന്ന് പറഞ്ഞാൽ എന്താ? രൂപം. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ രൂപം മാറലാണ്, സ്ട്രക്ചർ ചേഞ്ച് ആവലാണ്. ഫോം മാറലാണ്, സ്ട്രക്ചർ അല്ല, ഫോം മാറലാണ് ട്രാൻസ്ഫോർമേഷൻ. എനർജി കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി, വൺ ടൈപ്പ് ഓഫ് എനർജി ഈസ് കൺവേർട്ടഡ് ടു അനദർ ടൈപ്പ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ ട്രാൻസ്ഫോർമേഷൻ? വാട്ട് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഹിയർ? ആസ് എ റിസൾട്ട് ഓഫ് റീകോമ്പിനേഷൻ, what happened? Character of bacteria changes. എന്ത് character മാറി? resistant bacteria become non-resistant. അല്ലേ? ഇതുവരെ എന്തുണ്ടായിരുന്നു? ampicillin resistant പവർ ഉണ്ടായിരുന്നു, tetracycline resistant പവർ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്തായി മാറി? റീകോമ്പിനേഷൻ നടക്കുമ്പോ ഇതിനുള്ളിൽ കാരം എന്തായി മാറി? അതിന്റെ ക്യാരക്ടർ, അതുവരെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് നഷ്ടപ്പെട്ടു. റെസിസ്റ്റന്റ് ബാക്ടീരിയ എന്തായി മാറി? നോൺ റെസിസ്റ്റന്റ് ബാക്ടീരിയ ആയി മാറി. അപ്പോ അങ്ങനെ റീകോമ്പിനേഷൻ മൂലം, ആസ് എ റിസൾട്ട് ഓഫ് റീകോമ്പിനേഷൻ, ക്യാരക്ടർ ചേഞ്ചസ്. അങ്ങനെ ക്യാരക്ടർ ചേഞ്ച് ആവുന്ന പ്രോസസ്സാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫോർമേഷൻ നടന്ന ബാക്ടീരിയ ആണ് ട്രാൻസ്ഫോമന്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ നടക്കാത്ത ബാക്ടീരിയക്ക് നോൺ ട്രാൻസ്ഫോമന്റ് എന്ന് പറയും. നമുക്ക് ഏതാ വേണ്ടത്? ട്രാൻസ്ഫോർമേഷൻ നടക്കണം, റീകോമ്പിനേഷൻ നടക്കണം, ക്യാരക്ടർ മാറണം. ക്യാരക്ടർ മാറിയ ബാക്ടീരിയ ആണ് നമുക്ക് എന്ത് വേണ്ടത്? മൾട്ടിപ്ലിക്കേഷന് വേണ്ടി, ഫർദർ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. സോ ദ പ്രോസസ് ബൈ വിച്ച് ദ alien DNA joined with the plasmid DNA is called as recombination. As a result of recombination, character of bacteria changes. That process is called transformation. റീകോമ്പിനേഷൻ നടന്ന പ്ലാസ്മിഡിനെ റീകോമ്പിനന്റ് എന്നും, റീകോമ്പിനേഷൻ നടക്കാത്ത പ്ലാസ്മിഡിനെ നോൺ റീകോമ്പിനന്റ് എന്നും വേണം. നമുക്ക് വേണ്ടത് എന്താ? റീകോമ്പിനേഷൻ നടന്നതാണ് നമ്മുടെ ഫർദർ എക്സ്പെരിമെന്റ് വേണ്ടത്. റീകോമ്പിനേഷൻ നടന്നാലേ നമുക്ക് അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യിക്കാൻ പറ്റൂ. പുറത്തു നിന്നാല് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂല, ഇതിനുള്ളിൽ കയറിയാലേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യിക്കാൻ പറ്റൂ. സോ ദ പ്രോസസ് ബൈ വിച്ച് this alien DNA joined with the plasmid DNA is called as recombination. As a result of recombination, character of bacteria changes. That process is called transformation. നമ്മൾ 4 വാക്ക് വന്നു: recombination, transformation, recombinant, non-recombinant, transformant and non-transformant. ക്യാരക്ടർ മാറിയത് ട്രാൻസ്ഫോമന്റ്, ക്യാരക്ടർ മാറാത്തത് നോൺ ട്രാൻസ്ഫോമന്റ് എന്ന് പറയും. സോ ഇറ്റ് ഈസ് വെരി ഹാർഡ്, മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്, ശരിക്കും ശ്രദ്ധിക്കണം. സോ പ്ലാസ്മിഡിന് എന്ത് വേണം? പ്ലാസ്മിഡില് ഒരു ORI വേണം, ഒറിജിൻ വേണം. പിന്നെന്ത് വേണം? സെലക്ടബിൾ മാർക്കേഴ്സ് വേണം. ഇത് 2 ജീനാണ്. ഇനി സെലക്ടബിൾ മാർക്കേഴ്സ് ഇല്ലെങ്കിലോ നമ്മൾ എവിടെന്നെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു ആംബിസിൻ റെസിസ്റ്റൻസ് ജോയിൻ ചെയ്യും, എവിടെന്നെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇവിടെ ജോയിൻ ചെയ്യിക്കും. അപ്പം നാച്ചുറൽ പ്ലാസ്മിഡ് അല്ല, ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡായി നമ്മൾ ചെയ്യിക്കുന്നതാണ്. അതിൽ വേണമെന്നില്ല, നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്മിഡ് വേണം. സോ വി ആർ മേക്കിംഗ് എനി ചേഞ്ചസ് ഓൺ ദ ജീൻ ഓഫ് ദാറ്റ് ഓർഗാനിസം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കൺസെപ്റ്റ്, ഒന്ന് ഒറിജിൻ വേണമെന്ന് പറഞ്ഞു, 2 സെലക്ടബിൾ മാർക്കർ എന്ന് പറഞ്ഞു. വാട്ട് ആർ സെലക്ടബിൾ മാർക്കേഴ്സ്? ദേ ആർ ജീൻ ടു ഐഡന്റിഫൈ റീകോമ്പിനൻസ് ആൻഡ് നോൺ റീകോമ്പിനൻസ്.
Usually antibiotic resistant gene such as ampicillin resistant gene or tetracycline resistant gene are used as selectable markers. And the process by which alien DNA join with the plasmid DNA is called as recombinant. As a result, the plasmid gene change ആയത് recombinant, join ചെയ്ത recombinant, join ചെയ്യാത്തത് non-recombinant. And as a result of recombination, character changes, that is called transformation. Character change ആയത് transformant, character change ആവാത്തത് non-transformant. And ampicillin resistant gene, if the alien DNA join with the ampicillin resistant gene, the bacteria lose the ampicillin resistancy. If the gene join with the tetracycline resistant gene, the bacteria lose tetracycline resistancy. As a result of that joining, the character changes. That changes character is called as transformation. And as a result of this insertion, ഇവിടെ ഇതിനുള്ളിലേക്ക് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ ഇൻസർഷൻ എന്ന് പറയും. ആ ജോയിൻ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ നഷ്ടപ്പെടും. ജോയിൻ ചെയ്യുമ്പോൾ ആ ജീൻ ഇനാക്ടിവേറ്റ് ആവും. ആ പ്രോസസ്സിനെ ഇൻസർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയും. ആസ് എ റിസൾട്ട് ഓഫ് ഇൻസർഷൻ, ഇൻസർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിനുള്ളിലേക്ക് പോലാണ് ഇൻസർഷൻ. ആസ് എ റിസൾട്ട് ഓഫ് ഇൻസർഷൻ, what happens, the gene become inactive. That process is called insertional inactivation. I wind up the classes today for today. And ഞാൻ ഇന്ന് ഒരു കാര്യം പറഞ്ഞിട്ടു, സെലക്ടബിൾ മാർക്കേഴ്സ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് സെലക്ടബിൾ മാർക്കേഴ്സ്, ഏതാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു, റീകോമ്പിനേഷൻ പറഞ്ഞു, റീകോമ്പിനന്റ് പറഞ്ഞു, നോൺ റീകോമ്പിനന്റ് പറഞ്ഞു, ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു, ട്രാൻസ്ഫോർമന്റ് പറഞ്ഞു, നോൺ ട്രാൻസ്ഫോർമന്റ് പറഞ്ഞു. വെരി ഹാർഡാണ്. നല്ലോണം 2-3 പ്രാവശ്യം ക്ലാസ് കേട്ടാലേ യു ക്യാൻ ഐഡന്റിഫൈ ദാറ്റ്. അത്രയും മനസ്സിലാവുള്ളൂ. ഡൗട്ട്സ് നിങ്ങൾ എന്നോട് ചോദിക്കുക. ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ഡയറക്ട്ലി. ഓക്കെ, താങ്ക് യു.